CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലത്ത് +2 വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ കുത്തേറ്റു. വീട്ടാമ്പാറ സ്വദേശി അഫ്സറിനാണ് കുത്തേറ്റത്. വാരിയലിന് സമീപം പരിക്കേറ്റ അഫ്സർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കത്തിക്കൊണ്ട് കുത്തിയ വിദ്യാർത്ഥിക്കും പരിക്കുണ്ട്. മുസ്ലിം ലീഗ് സമൂഹത്തിൽ നിലനിൽക്കണം, അത് സമുദായത്തിന്റെ ആവശ്യമാണ്. എന്നാൽ അതിന്റെ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് സമസ്തയെ കല്ലെറിയരുതെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി ഉമർ ഫൈസി മുക്കം. ദീനിനേക്കാൾ മുൻഗണന രാഷ്ട്രീയത്തിന് നൽകുമ്പോഴാണ് പാകപ്പിഴവ് സംഭവിക്കുന്നതെന്നും ഉമർ ഫൈസി പറഞ്ഞു. മലപ്പുറം ശ്രീ ത്രിപുരാന്തക ക്ഷേത്രത്തിൽ മോഷണം. പ്രധാന ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം മുഴുവനായും അപഹരിച്ചു. ഏകദേശം 50,000 രൂപയോളം നഷ്ടപ്പെട്ടതായും ട്രസ്റ്റി ഭാരവാഹികൾ പറഞ്ഞു. കാഞ്ഞിരപ്പുഴയെ വീഗാലാൻഡിനേക്കാൾ മികച്ചതാക്കുമെന്നും ലീഗുകാരുടെ ധാരണ എല്ലാത്തിനും കമ്മീഷൻ അടിക്കാമെന്നാണെന്നും CPM. കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ അഴിമതി ആരോപിച്ച് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരുന്നു. ഒറ്റപ്പാലത്ത് +2 വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ കുത്തേറ്റു. വീട്ടാമ്പാറ സ്വദേശി അഫ്സറിനാണ് കുത്തേറ്റത്. വാരിയലിന് സമീപം പരിക്കേറ്റ അഫ്സർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കത്തിക്കൊണ്ട് കുത്തിയ വിദ്യാർത്ഥിക്കും പരിക്കുണ്ട്. രാവിലെയായിരുന്നു അക്രമം. ഇരുവരും തമ്മിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് പോലീസ് അറിയിച്ചു. വീട്ടാമ്പാറ സ്വദേശി അഫ്സറിനാണ് കുത്തേറ്റത്. വാരിയലിനു സമീപം പരിക്കേറ്റ അഫ്സർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കത്തിക്കൊണ്ട് കുത്തിയ വിദ്യാർത്ഥിക്കും പരിക്കുണ്ട്. കുട്ടികളുടെ പരിക്ക് ഗുരുതരമല്ല. ചെറിയ കത്തി ഉപയോഗിച്ചാണ് കുത്തിയത്. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇരുവരും ആശുപത്രി വിട്ടു. CCN ഒറ്റപ്പാലം. മലപ്പുറം ശ്രീ ത്രിപുരാന്തക ക്ഷേത്രത്തിൽ മോഷണം. പ്രധാന ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം മുഴുവനായും അപഹരിച്ചു. ഏകദേശം 50,000 രൂപ നഷ്ടപ്പെട്ടതായും ട്രസ്റ്റി ചെയർമാൻ മീമ്പാട്ട് വിജയൻ പറഞ്ഞു. രാവിലെ ക്ഷേത്രം തുറക്കാനെത്തിയ പൂജാരിയാണ് മോഷണ ശ്രമം നടന്നത് കണ്ടത്. തുടർന്ന് ക്ഷേത്രം ട്രസ്റ്റി ഭാരവാഹികളെ വിവരം അറിയിക്കുകയും ഇവർ വിവരം പോലീസിൽ അറിയിക്കുകയും ചെയ്തു. പോലീസ് നടത്തിയ പരിശോധനയിൽ ക്ഷേത്രത്തിലെ മറ്റു ഭണ്ഡാരങ്ങൾ തുറക്കാനുള്ള ശ്രമം നടന്നതായും കണ്ടെത്തി. ക്ഷേത്രത്തിലെ CCTV പരിശോധിച്ചതിൽ നിന്നും 3 പേരാണ് മോഷണത്തിന് എത്തിയതായി വീഡിയോയിലുള്ളത്. ഏകദേശം 50,000 രൂപയോളം നഷ്ടപ്പെട്ടതായും ട്രസ്റ്റി ഭാരവാഹികൾ പറഞ്ഞു. 13 ഭണ്ഡാരങ്ങളാണ് ക്ഷേത്രത്തിലുള്ളത്. കഴിഞ്ഞ ഡിസംബറിലാണ് ഇത് തുറന്നത്. ശിവരാത്രിയോടനുബന്ധിച്ച് ഭണ്ഡാരം തുറക്കാനിരിക്കെയാണ് മോഷണം നടന്നത്. മുന്നിലെ പൊളിച്ചിട്ട് നമ്മളെ സൈഡിലുള്ള CCTV ഒരു സൈഡിലേക്ക് തിരിച്ചു വെച്ചിട്ടുണ്ട്. 10-15 ഭണ്ഡാരങ്ങളാണുള്ളത്. എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. ട്രൈ ചെയ്ത് നോക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പല ഭാഗങ്ങളിലും ഓരോ സ്പൂണൊക്കെ ഉപയോഗിച്ച് കൂട്ട് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ മുന്നിലെ മെയിൻ ഭണ്ഡാരാണ് തുറന്നിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. ചില്ലറൊക്കെ അടച്ച് ബാക്കിയൊക്കെ എടുത്തു പോയി. ഏകദേശം ഒരു 50,000 രൂപയുടെ ആവറേജ് എടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. CCN മലപ്പുറം. കാഞ്ഞിരപ്പുഴയെ വീഗാലാൻഡിനേക്കാൾ മികച്ചതാക്കുമെന്നും ലീഗുകാരുടെ ധാരണ എല്ലാത്തിനും കമ്മീഷൻ അടിക്കാമെന്നാണെന്നും CPM. കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ അഴിമതി ആരോപിച്ച് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരുന്നു. കോങ്ങാട് സീറ്റ് കോൺഗ്രസ് ചോദിക്കുന്നുണ്ട്. അത് കൊടുക്കാതിരിക്കാനുള്ള യൂത്ത് ലീഗിന്റെ ചാമ്പ്യൻ കളിയെന്നും CPM നേതാക്കൾ പറഞ്ഞു. ലീഗുകാർ പറയുന്നതിൻ്റെ അകത്ത് എന്തോ വലിയ അഴിമതി നടന്നിരിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ ഒരു നേതാവ് ഞാൻ പറഞ്ഞു കേട്ടത് 1000 കോടി രൂപയുടെ ആകെ 161 കോടിയെ മുടക്കുന്നുള്ളൂ. 161 കോടി മുടക്കുന്ന ഒരു പ്രൊപ്പോസൽ അല്ലെങ്കിൽ ഒരു സംരംഭത്തിന് 1000 കോടി രൂപയുടെ അഴിമതി നടക്കും. അത് തന്നെ പറച്ചിൽ തന്നെ വരുന്നുണ്ട്. മാത്രമല്ല ഈ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ഒരു വികസനവും നടക്കണ്ട എന്നുള്ള LDFന്റെ കാലത്ത് ഒരു വികസനവും പാടില്ല എന്നുള്ള സങ്കുചിതമായ രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനം. 161 കോടി രൂപ മുടക്കിക്കൊണ്ട് കാഞ്ഞിരപ്പുഴ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആ സംരംഭം കേരളത്തിന്റെ ടൂറിസ്റ്റ് മാപ്പിൽ കാഞ്ഞിരപ്പുഴ നമ്പർ 1 കയറി വരില്ലേ? വീഗാലാൻഡ് പോലെ അതിനേക്കാൾ കൂടുതൽ സംരംഭങ്ങൾ അവിടെ വരുന്നു.
വീഗാലാൻഡിൽ ഇല്ലാത്ത സംരംഭങ്ങളാണ് കാഞ്ഞിരപ്പുഴ കൊടുത്തിരിക്കുന്ന പ്രപ്പോസൽ. അപ്പോൾ കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായിട്ട് കാഞ്ഞിരപ്പുഴ മാറുകയാണ് അടുത്ത 3 വർഷത്തിനുള്ളിൽ. അതിന് വിരളി വേണ്ടിയിട്ട് ആ വികസനം വരുന്നത് എങ്ങനെ? നേരത്തെ കാഞ്ഞിരപ്പുഴ റോഡിന്റെ സ്ഥിതിയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സാധനം അവിടെ വരില്ല. LDF ഗവൺമെന്റ് വന്നതിന് ശേഷം ആ റോഡിന്റെ പുനരുദ്ധാരണം, റോഡ് ഒന്നൊന്നരമാക്കി മാറ്റിയതാണല്ലോ. അപ്പൊ റോഡിന്റെ വികസനം ഏത് സംരംഭങ്ങൾ വരുന്നതിനും അത്യന്താപേക്ഷിതമാണ് എന്ന് നമുക്ക് വ്യക്തമാകുന്ന ഒരു സംഭവം കൂടിയത്. അതിനിടയിൽ വെറുതെ കയറിയിട്ട് അതിനകത്ത് അഴിമതിയുണ്ട്, മറ്റവരെ 1 മണിക്കൂർ പോലും കൊടുത്തില്ല. ഇത് കൃത്യമായ രേഖകളുള്ളത്. നിങ്ങൾക്ക് വിവരാവകാശം വെച്ച് ചോദിച്ചാൽ സർക്കാരിന് മറുപടി കിട്ടും. എന്തുകൊണ്ടാണ് അവരുടെ പ്രപ്പോസൽ തള്ളിയത്? എന്തുകൊണ്ടാണ് ഇവരുടെ പ്രപ്പോസൽ അംഗീകരിച്ചത്? ലീഗുകാരുടെ ഒരു ധാരണ എന്തെങ്കിലും തുടങ്ങിയാൽ കമ്മീഷൻ അടിക്കാമെന്നാണ്. അതങ്ങനെ ശീലിച്ചതിൻ്റെ ഒരു കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിവിടെ മാത്രം, ഇവിടെ തന്നെ ഉണ്ടല്ലോ ഉദാഹരണം, നെല്ലിപ്പുഴ പാലം അല്ലേ? ടി.കെ. ബാബ മന്ത്രിയായിരിക്കുന്ന സമയത്ത് പാലം പണിത ആൾക്ക് എന്താ സ്വർണ്ണ മോതിരോ ചെയ്യുന്നുണ്ടോ കൊടുത്തോ, 3 മാസം കഴിയുമ്പോൾ പാലം പൊളിഞ്ഞു. മറ്റേ മേൽപ്പാലം അറിയില്ല നമുക്ക് എറണാകുളത്ത്. ഇതാണ് അവരുടെ മനസ്സിലുള്ള ധാരണ. അതും ഇതും തമ്മിൽ താരതമ്യം ചെയ്യണ്ട. ഇത് എല്ലാ കാര്യങ്ങളും കേരള സർക്കാർ ചെയ്യുന്നത് സുതാര്യമാണ്. ആർക്കും എവിടെയും പരിശോധിക്കാം. ഈ ഫാക്ടുകളെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഓരോന്നോരോന്ന് കൊണ്ടുവരുന്നു. ഈ പ്രദേശത്തെ ആളുകളോടൊരു വലിയ ആ കാഞ്ഞിരപ്പുഴ തച്ചമ്പാറ പഞ്ചായത്തുകൾക്ക് വരാൻ പോകുന്ന ഒരു മാറ്റം. ഇപ്പൊ ഇത് നിൽക്കുന്നത് കാഞ്ഞിരപ്പുഴ ഏരിയയിൽ മാത്രമാണ്. ഇവരുടെ പ്രപ്പോസൽ അങ്ങേ ഭാഗത്ത് കൂടി വരുന്നു, അതുകൂടി കാട്ടനായി മാറുക. ആ പ്രദേശത്ത് വരുന്ന വലിയൊരു മാറ്റമുണ്ട്. ആ മാറ്റം നമ്മളുടെ നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റും. ഇതുപോലുള്ള സംരംഭങ്ങളെ അന്ധമായ രാഷ്ട്രീയം വെച്ചുകൊണ്ട് എതിർക്കുക എന്ന് പറയുന്നത് എന്ത് തരം രാഷ്ട്രീയ പ്രവർത്തനമാണ്? മറ്റൊന്നുകൂടി എനിക്ക് തോന്നുന്നു, കഴിഞ്ഞ പ്രാവശ്യം ആ മണ്ഡലത്തിൽ ലീഗ മത്സരിച്ചത് അത് കോൺഗ്രസിനെ തിരിച്ചു വേണമെന്നുള്ളൊരു ചർച്ച ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കോൺഗ്രസ് ആ മണ്ഡലം എടുക്കാൻ പോകും. അപ്പൊ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളാണ് ഇതിന്റെയൊക്കെ ചാമ്പ്യൻ എന്ന് വരുത്തി തീർക്കാനാണോ കോങ്ങാട് നിയോജക മണ്ഡല യൂത്ത് ലീഗ് ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചതെന്ന് കൂടി സംശയമുണ്ട്. കാഞ്ഞിരപ്പുഴയിൽ ജലസേചന വകുപ്പിന്റെ സ്ഥലത്ത് തുടങ്ങാനിരിക്കുന്ന പുതിയ വിനോദസഞ്ചാര പദ്ധതിക്കെതിരെ ഉയരുന്ന ആരോപണം LDFന്റെ കാലത്ത് ഒരു വികസനവും പാടില്ല എന്നുള്ള സങ്കുചിത രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമാണെന്നും CPM കാഞ്ഞിരപ്പുഴ തച്ചമ്പാറ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാരാണ് തീരുമാനിച്ചത്. ഇതിനായി പ്രപ്പോസലും ക്ഷണിച്ചു. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലയിലെ ഓരോ കമ്പനികളും വയനാട്ടിലെ ഒരു സഹകരണ സൊസൈറ്റിയുമാണ് പ്രപ്പോസൽ സമർപ്പിച്ചത്. ഇത് പരിശോധിച്ച ശേഷം ചാർട്ടേഡ് അക്കൗണ്ടന്റ് സാക്ഷ്യപ്പെടുത്തിയ കമ്പനിയുടെ ലാഭനഷ്ട സ്റ്റേറ്റ്മെന്റ് സമർപ്പിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചു. പാലക്കാടും കോഴിക്കോടും പ്രവർത്തിക്കുന്ന കമ്പനികളാണ് സ്റ്റേറ്റ്മെന്റ് നൽകിയത്. അവധി നൽകിയിട്ടും സ്റ്റേറ്റ്മെന്റ് നൽകാതിരുന്നതിനെ തുടർന്നാണ് മറ്റ് 2 കമ്പനികളുടെ പ്രപ്പോസൽ തള്ളിയത്. കോഴിക്കോട് ആസ്ഥാനമായുള്ള കമ്പനി 161 കോടിയുടെയും പാലക്കാട് ആസ്ഥാനമായ കമ്പനി 10 കോടിയുടെ പദ്ധതിയുമാണ് സമർപ്പിച്ചത്. 161 കോടി രൂപ നിക്ഷേപിക്കുന്ന കമ്പനി വരുമാനത്തിന്റെ 3%, 18% GSTയും സർക്കാരിന് നൽകും. സർക്കാരിന് ഇത് മെച്ചമാണെന്നതിനാലാണ് കോഴിക്കോട് ആസ്ഥാനമായുള്ള SFIT റീഡിഫൈൻ ഡെസ്റ്റിനേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിനെ തിരഞ്ഞെടുത്തതെന്നും നേതാക്കൾ വ്യക്തമാക്കി. എന്നാൽ മുസ്ലിം ലീഗ് പറയുന്നത് ഇതിൽ അഴിമതിയുണ്ടെന്നാണ്. സർക്കാർ എല്ലാ കാര്യങ്ങളും ചെയ്തത് സുതാര്യമായാണ്. ആർക്കും എവിടെയും പരിശോധിക്കാം. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി കാഞ്ഞിരപ്പുഴ മാറും. മാത്രമല്ല, കാഞ്ഞിരപ്പുഴയുടെയും തച്ചമ്പാറയുടെയും മുഖച്ഛായ തന്നെ മാറുന്ന തരത്തിലുള്ള വികസനമാണ് സാധ്യമാവുക. സർക്കാരിന് വരുമാനമുണ്ടാക്കുന്നതിനും പൊതുജനത്തിന് കൂടുതൽ ഗുണകരവുമാകും. ഇതുപോലുള്ള സംരംഭങ്ങളെ അന്ധമായി എതിർക്കുന്നത് എന്തുതരം രാഷ്ട്രീയ പ്രവർത്തനമാണ്? സർക്കാർ പുതുതായി നടപ്പിലാക്കിയ വിനോദസഞ്ചാര നയത്തെ ആസ്പദമാക്കി കാഞ്ഞിരപ്പുഴയിൽ വരുന്ന പദ്ധതിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രചാരണങ്ങളിൽ നിന്നും മുസ്ലിം ലീഗ് പിന്മാറണമെന്നും നേതാക്കൾ പറഞ്ഞു.
വാർത്താ സമ്മേളനത്തിൽ തച്ചമ്പാറ ലോക്കൽ സെക്രട്ടറി കെ രാജൻ, കാഞ്ഞിരപ്പുഴ ലോക്കൽ സെക്രട്ടറി നിസാർ മുഹമ്മദ്, അഡ്വക്കേറ്റ് PC മാണി തുടങ്ങിയവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനങ്ങളും ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു നടത്തിയ തട്ടിപ്പിൽ അന്വേഷണം ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റി ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരും സഹപ്രവർത്തകരും നയിക്കുന്ന പോലീസ് സ്റ്റേഷൻ മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. കേരളത്തിലെ ഇന്റലിജൻസിന്റെ പരാജയവും പോലീസിന്റെ പരാജയവും കേരളത്തിലെ സാധാരണക്കാരായ ജനവിഭാഗങ്ങളെ കൊള്ളയടിക്കുന്ന കൊള്ളക്കാർക്ക് കൂട്ടുനിൽക്കുന്ന ഈ ഭരണകൂടത്തിനെതിരെ IRDC ചെയർമാൻ K ഉണ്ണികൃഷ്ണൻ, ICDC ചെയർമാൻ ചോലയിൽ വാസുദേവൻ എന്നിവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് മടിക്കുകയാണെന്ന് OK ഫാറൂഖ് കുറ്റപ്പെടുത്തി. പെരിന്തൽമണ്ണയിൽ പാതിവില തട്ടിപ്പിനെതിരെ വാർത്താ സമ്മേളനം നടത്തിയ P സരിൻ താൻ മുമ്പ് മത്സരിച്ച സ്ഥലത്തെ തട്ടിപ്പിൽ പ്രതികരിക്കാൻ തയ്യാറുണ്ടോ എന്നും ഫാറൂഖ് ചോദിച്ചു. ഒറ്റപ്പാലം MLA ഉൾപ്പെടെയുള്ളവർ നേരത്തെ ഇവിടെ പറഞ്ഞു, രണ്ട് പേര് പറഞ്ഞു, ICDS വഴിയും IRDS വഴിയും എത്രയോ പാവപ്പെട്ടവരാണ്, അതിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട്. മണ്ഡലം പ്രസിഡന്റ് വിനോജ് രാമൻ അധ്യക്ഷനായി. KPC സെക്രട്ടറി P ഹരിഗോവിന്ദൻ, PT അജ്മൽ, സുരേഷ് തെങ്ങിൻതോട്ടം, EK ജസീൽ, VN കൃഷ്ണൻ, PT അജ്മൽ, CN അനുരൂപ്, വിപിൻ എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. ഓരോ ചുവടും ഗാന്ധിയിലേക്ക്, ഓരോ ചുവടും ഗ്രാമങ്ങളിലേക്ക് എന്നുള്ള സന്ദേശവുമായി കോൺഗ്രസ് പദയാത്ര നടത്തുന്നു. മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് നയിക്കുന്ന വിജയ് പദയാത്ര കോട്ടുപാടം, കുമരംപുത്തൂർ പഞ്ചായത്തുകളിൽ നടത്തി. പരിപാടി ഭീമനാട് ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി PR സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വർഗീയ വിഘടനവാദികൾ മുമ്പെന്നത്തെക്കാളുമുപരി ഈ രാജ്യത്ത് ശക്തി പ്രാപിച്ചുവെന്ന്, ഇതിൻ്റെ നമ്മളെ സെക്യുലർ സംവിധാനത്തെ തകിടം മറിക്കുന്ന ഒരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് കോൺഗ്രസിലേക്കും അതുപോലെ തന്നെ ഗാന്ധിസത്തിലേക്കും തിരിച്ചു വരിക എന്ന സന്ദേശവുമായി ഈ വളരെ അതികഠിനമായ ഈ വേനലുള്ള കാലാവസ്ഥയിലും കോൺഗ്രസിൻ്റെ സജീവമായിട്ടുള്ള പ്രവർത്തകന്മാർ, നേതാക്കന്മാർ ഇത്തരമൊരു സന്ദേശയാത്രയുമായിട്ട് വന്നത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ്. ഇതിന് മുൻകൈയെടുത്ത ഇതിന് ബന്ധപ്പെട്ട എല്ലാവരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ മരിച്ചിത്തൊടി അധ്യക്ഷനായി. ത്രിദിന പദയാത്ര എടത്തനാട്ടുകര വട്ടമണ്ണപ്പുറത്തു നിന്നാണ് തുടങ്ങിയത്. DCC പ്രസിഡന്റ് A തങ്കപ്പൻ, ജാഥ ക്യാപ്റ്റനും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ അസീസ് ഭീമനാടിന് പതാക കൈമാറി പദയാത്ര ഉദ്ഘാടനം ചെയ്തു. എടത്തനാട്ടുകര മണ്ഡലം പ്രസിഡന്റ് സിബ്ഹത്തുള്ള അധ്യക്ഷനായി. സമാപന സമ്മേളനം KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിജയ് യാത്ര മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് നടത്തപ്പെടുന്നത്. ഓരോ ചുവടും ഗാന്ധിയിലേക്ക്, ഓരോ ചുവടും ഗ്രാമത്തിലേക്ക് എന്ന മുദ്രാവാക്യവുമായി ഇന്നലെ നൂറുകണക്കിന് പ്രവർത്തകർ എടത്തനാട്ടിൽ നിന്നും ആരംഭിച്ച് അലനല്ലൂർ സമാപനം കുറിച്ചുകൊണ്ട് ഇന്ന് ഭീമനാട് നിന്ന് ആരംഭിച്ച് കുന്തിപ്പുഴയിൽ സമാപിക്കുന്നതാണ് 2ാം ദിവസം. 3ാം ദിവസം തെങ്കരയിൽ നിന്ന് ആരംഭിച്ച് മണ്ണാർക്കാട് കുന്തിപ്പുഴ സമാപിക്കുന്ന 3ാം ദിവസവും, അതിനുശേഷം KPCC വർക്കിംഗ് പ്രസിഡന്റ് ആദരണീയനായ TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്യുന്ന സമാപനം കുറിച്ചുകൊണ്ട് ഈ 3 ദിവസത്തെ പദയാത്ര. CCN ചെത്തല്ലൂർ. മുസ്ലിം ലീഗ് സമൂഹത്തിൽ നിലനിൽക്കണം, അത് സമുദായത്തിന്റെ ആവശ്യമാണ്. എന്നാൽ അതിന്റെ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് സമസ്തയെ കല്ലെറിയരുതെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി ഉമർ ഫൈസി മുക്കം. ദീനിനേക്കാൾ മുൻഗണന രാഷ്ട്രീയത്തിന് നൽകുമ്പോഴാണ് പാകപ്പിഴവ് സംഭവിക്കുന്നതെന്നും ഉമർ ഫൈസി പറഞ്ഞു. രാഷ്ട്രീയമായിട്ട് പലർക്കും ഉണ്ടാവാം, തിരക്കടൊന്നുമില്ല, രാഷ്ട്രീയം ഉണ്ടാവാം. പക്ഷേ ദീനായിരിക്കണം 1ാം സ്ഥാനം. ദീൻ കഴിച്ചിട്ടേ രാഷ്ട്രീയം പാടുള്ളൂ. ദീനിനേക്കാൾ മോശമായിട്ട് ദീനിനേക്കാൾ ഉയർന്ന നിലവാരം രാഷ്ട്രീയത്തിന് കൊടുക്കുന്ന ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവിടെയാണ് പാകപ്പിഴവ്. അവർ പറയും ഉമ്മർ ഫൈസി ഇന്നവനാണ്, അവനോട് വരാൻ പാടില്ല, കയറാൻ പാടില്ല, പറയാൻ പാടില്ല എന്ന് പറയും. എന്താ കാരണം? അയാൾ ഒരു തെറ്റായത് പറഞ്ഞു എന്നുള്ളതായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് അവരുത്. കാരണം അയാൾ പറഞ്ഞതെന്താണ്? ലാമം കാല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറയുന്ന വിഷയം കേൾക്കുക, അതിൽ കഴമ്പുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലാതെ ആളെ കുതിരാക്കിയിട്ട് കാര്യമല്ല.
ആ പറയുന്നത് ശരിയാണെങ്കിൽ സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. സ്വീകരിക്കാൻ അല്ലാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ആര് പറഞ്ഞാലും ഖുർആനും ഹദീസൊക്കെ ഓതിട്ടുള്ളത് പറയുന്നത് ഇതൊക്കെ നമ്മൾ പൂർവികന്മാരിൽ നിന്നിങ്ങനെ കേട്ടു വരുന്നതല്ലേ. അപ്പം നമ്മളെ തൊക്കിൽ രാശിയുണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്കത് പറഞ്ഞുകൂടാ എന്നൊരു വിലക്ക് വരാൻ പാടുണ്ടോ? കക്ഷത്തിൽ ഒരു രാഷ്ട്രീയം ഉണ്ടെന്ന് വെച്ച് പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ സാധിക്കില്ലെന്നും ഉമർ ഫൈസി മുക്കം പറഞ്ഞു. കുമരമ്പത്തൂർ പള്ളിക്കുന്നിൽ നടന്ന സമസ്ത 100ാം വാർഷിക പ്രചാരണവും ആദർശ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പൊ നമ്മളിപ്പോൾ അത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ മുസ്ലിം ലീഗിന് പ്രത്യേകമില്ല. മുസ്ലിം ലീഗിന് പ്രത്യേകത ഉണ്ട്. അത് മുസ്ലിങ്ങളുടെ പാർട്ടിയാണ്, സംഘടനയാണ്, ഉമ്മത്തിന്റെ സംഘടനയാണ്. അതിനോട് നമുക്ക് കൂറുണ്ടാവണം. അതിന്റെ ആൾക്കാരും ഇസ്ലാമിനോടും സുന്നത്ത് ജമാഅത്തിനോടും കൂറ് ഇങ്ങോട്ടും കാണിക്കണം. അപ്പേ അതിനോട് കൂറുണ്ടാവുള്ളൂ. അതൊരു ഭൗതികമായൊരു സംഗതിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആവശ്യമാണ് അതിനെ നന്നാക്കി എടുക്കണം. നന്നാക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിക്കണം. ഒരു കൂട്ടരാട് നിന്നിട്ട് വടക്കായൻ്റെ കൂടെ നിൽക്കാൻ പാടില്ല. നന്നാവണം. മുസ്ലിം ലീഗിനെ വളരെ നന്നാക്കി എടുക്കണം. മുസ്ലിം ലീഗിൻ്റെ നമ്മൾ വളരെ പ്രശംസിക്കാറുണ്ടല്ലോ. അത് ചെയ്ത ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇനിയും അതുണ്ടാക്കണം, ഉയരത്തിലേക്ക് ഉയരണം എന്ന് തന്നെയാണ് നമ്മളൊക്കെ പ്രാർത്ഥന. ആർക്കും അതിനോട് എതിർപ്പില്ല, ആരും എതിർക്കുന്നില്ല. പിന്നെ എതിർക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു നാട്ടക്കുറിയാക്കുന്നതേ ഉള്ളൂ. കല്ലെറിയാൻ വേണ്ടി നമ്മൾ നിർത്തുകയാണ്, ഇത് നാട്ടയാക്കി. എതിർക്കുന്നില്ല. നമ്മളൊക്കെ അതിൻ്റെ ആൾക്കാർ തന്നെയാണ്. വളരണം. കാരണം മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു കൂട്ടായ്മയായി എതിർക്കുക എന്നുള്ളത് നമ്മളെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. എതിർക്കാൻ പാടില്ല. മണ്ണാർക്കാട് കുമരമ്പത്തൂർ പള്ളിക്കുന്നിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. SKSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തലൂർ മുഖ്യപ്രഭാഷണം നടത്തി. സമസ്ത കേരള ജമിയത്തുലും 1951 മദ്രസ പ്രസ്ഥാനം ആരംഭിച്ചത് ഇന്ന് 10,000-ത്തിലധികം വരുന്ന മദ്രസകളായി പടർന്ന് പന്തലിച്ചതിന്റെ സമസ്തയുടെ ലക്ഷ്യം സംഘടനാപരമായ ലക്ഷ്യമല്ല. ആ മദ്രസകളിലൂടെ പഠിച്ചു വളരുന്ന ഒരുപാട് സംഘടനാ പ്രവർത്തകർ ഉണ്ടാകണമെന്നതല്ല. ആ മദ്രസകളിലൂടെ പഠിച്ചു വളരുന്ന മുഴുവൻ വിദ്യാർത്ഥികളും സംഘടനയുടെ മെമ്പർഷിപ്പ് ഉള്ളവരാകണമെന്നല്ല. അപ്പൊ സംഘടനാപരമായ ഉത്തരവാദിത്വം എന്നതിനേക്കാൾ അപ്പുറം സമസ്ത കേരള ജമിയത്തുലമ വിഭാവന ചെയ്യുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, അഥവാ യഥാർത്ഥ ഇസ്ലാമികമായ ജീവിതം നയിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ മദ്രസ സംവിധാനങ്ങളിലൂടെ ഒരു സമൂഹത്തെ ഇവിടെ വളർത്തിയെടുക്കാൻ സാധിച്ചത്. അതിന് സമസ്ത കേരള ജമിയത്തുലമ നേതൃപരമായ ഒരു വലിയ ദൗത്യം നിർവഹിച്ചപ്പോൾ അതിനെ പിന്തുണക്കാനും അതിനെ സഹായിക്കാനും സമുദായത്തിന്റെ എല്ലാ തലങ്ങളിൽ നിന്നും ആളുകളുണ്ടായി. SKSF മണ്ണാർക്കാട് മേഖലാ പ്രസിഡന്റ് റഫീഖ് ഫൈസി കൂട്ടിലക്കടവ് അധ്യക്ഷത വഹിച്ചു. SKSF പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഹുസൈൻ തങ്ങൾ കൊടക്കാട്, SKSF ഇസ്ലാമിക സംസ്ഥാന സമിതി അംഗം MT അബൂബക്കർ ദാരിമി, SKJM സംസ്ഥാന സെക്രട്ടറി കൊടക് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, SKSF പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് കമാലി ഫൈസി മോളൂർ, SKSF കുമരമ്പത്തൂർ മേഖലാ പ്രസിഡന്റ് ആഷിഖ് ഫൈസി അമ്പാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. CCN മണ്ണാർക്കാട്. ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിലും ഉത്സവ നാളുകൾ. 8ാം വിളക്കുത്സവത്തിന് തുടക്കമായി. ഫെബ്രുവരി 15-നാണ് കൊടിയേറ്റം. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ബുധനാഴ്ച ദ്രവ്യകലശാരംഭത്തോടെയാണ് 8ാം വിളക്കുത്സവത്തിന് തുടക്കമായത്. ശനിയാഴ്ചയാണ് ഉത്സവ കൊടിയേറ്റം നടക്കുക. തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ രാത്രി 7-നാണ് കൊടിയേറ്റം. മേൽശാന്തി തെക്കുംപറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികനുമാകും. തുടർന്ന് ഉത്രം വാരസദ്യയും നടക്കും. 8 മണി മുതൽ ഭക്തിഗാനമേളയും ഉണ്ടാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. പിന്നെ 15-ാം തീയതി 1ാം വിളക്ക് രാവിലെ 5:30 ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ 108 നാളികേരത്തോടു കൂടിയുള്ള മഹാദ്രവ്യ ഗണപതി ഹോമവും, അതിനുശേഷം 6 മണിക്ക് മഹാപായസ ഹോമവും നടത്തപ്പെടുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഉപദേവന്മാരായ ഗണപതി, ശിവൻ, നവഗ്രഹങ്ങൾ, രക്ഷസ്, സർപ്പങ്ങൾ, അതുമാതിരി നമ്മുടെ ഈ ദേവന്മാരുടെ പ്രതിഷ്ഠാ ദിനവും കൂടി ആചരിക്കുന്നുണ്ട്. പിന്നെ അന്ന് രാവിലെ 9 മണിക്ക് നമ്മുടെ സമാദരണ സദസ്സാണ്. ക്ഷേത്രം കാലങ്ങളായി സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന കലാകാരന്മാരെയും എല്ലാവരെയും ആ രീതിയിൽ ആദരിക്കുന്ന ചടങ്ങാണ്
അത് ദേവസ്വത്തിൻ്റെ മേൽനോട്ടത്തിലുള്ള എൻഡോമെൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ ബ്രഹ്മശ്രീ ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാടിൻ്റെ സ്മരണാർത്ഥമുള്ള എൻഡോമെൻ്റ് ഉണ്ട്. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് കൊടിയേറ്റ ദിവസത്തെ ചടങ്ങുകൾ തുടങ്ങുക. രാവിലെ 9:30 പുരസ്കാര സമർപ്പണം നടക്കും. മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ എം ദണ്ഡപാണി ഉദ്ഘാടനം ചെയ്യും. തന്ത്രി അഴകത്ത് ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാട് സ്മാരക എൻഡോമെന്റ് പുരസ്കാരം പുറവന്നൂർ എടക്കാട് പ്രസാദ് നമ്പൂതിരിക്കും, ആലിപ്പറമ്പ് ശിവരാമ പൊതുവാൾ സ്മാരക എൻഡോമെന്റ് സമർപ്പണം കൊമ്പ് കലാകാരൻ വടശ്ശേരി രാമകൃഷ്ണനും, പൂക്കാട്ടിരി പൊതുവാൾ സ്മാരക എൻഡോമെന്റ് സമർപ്പണം വാദ്യകലാകാരൻ മഞ്ചേരി ഹരിദാസിനും, ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവ് ഏർപ്പെടുത്തിയ 10ാമത് ശ്രീ ധർമ്മശാസ്ത്ര പുരസ്കാരം ഇലത്താളം കലാകാരൻ ചെത്തല്ലൂർ ഹരിക്കും സമ്മാനിക്കും. ഫെബ്രുവരി 16 സംഗീതോത്സവവും നടക്കും. ഫെബ്രുവരി 22 8ാം വിളക്കുത്സവം. അതുവരെയുള്ള ദിവസങ്ങളിൽ ഓട്ടൻതുള്ളൽ, തിരുവാതിരക്കളി, ചാക്യാർകൂത്ത്, കഥാപ്രസംഗം, കഥകളി, നൃത്തോത്സവം, ഡബിൾ തായമ്പക തുടങ്ങിയ പരിപാടികളും നടക്കും. രാവിലെ 7:30 തൊട്ട് 9 മണി വരെ കാഞ്ഞങ്ങാട് മുരളി മാറാരുടെ നേതൃത്വത്തിലുള്ള പാഞ്ചാരി മേളവും, 11 മണി മുതൽ 1 മണി വരെ മഹാപ്രസാദ് കൂട്ടും. അതുപോലെ തന്നെ വൈകിട്ട് ശ്രീഭൂത ബലി, അങ്ങനെയുള്ള ക്ഷേത്ര ചടങ്ങുകളും, അതേപോലെ തന്നെ ചില മഹാക്ഷേത്രങ്ങളിൽ മാത്രം കാണുന്ന, അതായത് ഗുരുവായൂർ പോലുള്ള മഹാക്ഷേത്രങ്ങളിൽ മാത്രം കാണുന്ന 3ാം വിളക്ക് മുതൽ 8ാം വിളക്ക് വരെ ഉള്ള ഉത്സവ ബലി എന്ന നമ്മുടെ തന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് നമ്മുടെ അയ്യപ്പൻകാവിലും ആ ചടങ്ങ് ആചരിക്കപ്പെടുന്നുണ്ട്. 3ാം വിളക്ക് മുതൽ 8ാം വിളക്ക് വരെ ഉള്ള 6 ദിവസത്തെ ഉള്ള ഉത്സവ ബലി ചടങ്ങ്. അത് നമ്മൾ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം കാണുന്നതാണ്. അത് ചെപ്പശ്ശേരി അയ്യപ്പൻകാവിലും ഉണ്ട് എന്ന് അറിയിക്കുന്നു. ഗുരുവായൂരിൽ 5 ദിവസമേ ഉള്ളൂ അല്ലേ, ഇവിടെ 6 ദിവസമുണ്ട്. അങ്ങനെ ഒരു ചടങ്ങ് കൂടി ഉണ്ട്. ഇതിലെ സാമൂഹ്യ പ്രതിബന്ധം എന്നുള്ള എനിക്ക് നമ്മൾ കുറേ വർഷങ്ങളായി നമ്മൾ ഈ പ്രസാദം ഇട്ട് നമ്മുടെ ചെപ്പശ്ശേരി ആശുപത്രിയിലേക്കും അതുപോലെ ഇവിടെയുള്ള ഉണർവിലേക്കും നമ്മൾ ആ അന്നദാനം അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കിടപ്പ് രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഈ അന്നദാനം 10 ദിവസം നടത്തുന്നുണ്ട്. 22 8ാം വിളക്കുത്സവത്തിൽ രാവിലെ ശിവേലിയും കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും നടക്കും. തുടർന്ന് 11 മണി മുതൽ കഞ്ഞിസദ്യ ആരംഭിക്കും. 3 ആനകളുടെ അകമ്പടിയിൽ ഗംഭീര പഞ്ചവാദ്യവും ഉണ്ടാകും. 23 പള്ളിവേട്ടയും 24 ആറാട്ടും ആഘോഷിക്കും. ഉത്സവ ദിവസങ്ങളിൽ എല്ലാ ദിവസവും പ്രസാദഊട്ടും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. CCN ചെർപ്പുളശ്ശേരി. സ്കൂൾ വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം വളർത്തണമെന്ന് ജില്ലാ കളക്ടർ VR വിനോദ് പറഞ്ഞു. ദേശീയ സമ്പാദ്യ പദ്ധതിയിൽ കൂടുതൽ തുക സമാഹരിച്ച സ്കൂളുകളെയും മുതിർന്ന ഏജന്റുമാരെയും ആദരിക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തികമായ കാര്യങ്ങൾ മനസ്സിലാക്കണം. ബാങ്കിങ്ങിന്റെ കോംപ്ലിക്കേഷൻ, കുട്ടികൾ തന്നെയാണ് ഇതിനകത്ത് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതും ഒക്കെ കണക്കുകൾ സൂക്ഷിക്കുന്നതും. അതിലൂടെ ബാങ്കിങ്ങിന്റെ ബേസിക്സ് കൃത്യമായി മനസ്സിലാവും. ഒരു പാഠപുസ്തകത്തിൽ പറയുന്നതിൽ നിന്ന് വായിക്കുന്നതിൽ നിന്ന് വ്യക്തമായ ഒരു കാര്യം ചെയ്യുമ്പോൾ വളരെ ഭംഗിയായിട്ട് മനസ്സിലാവും. അതോടൊപ്പം കുട്ടികളുടെ ചെറുതാണെങ്കിലും ഇപ്പോൾ നമ്മൾ 491 സ്കൂളുകളെ ചേർത്ത് കഴിഞ്ഞു. തീർച്ചയായിട്ടും എല്ലാ സ്കൂളുകളും ഈ പദ്ധതിയിൽ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നടപടികൾ തീർച്ചയായും നമ്മൾ നടപ്പിലാക്കും. 100% സ്കൂളുകളും ഇതിലേക്ക് വരുന്നതിന്. ഇപ്പോൾ 100% സ്കൂളുകൾ വരുമ്പോൾ ഇതിലൂടെ വരുന്ന സേവിങ്സ് സംസ്ഥാന ഗവൺമെന്റിന് ചില വികസന പ്രവർത്തനങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ട് കുറച്ചു കാലത്തേക്കെങ്കിലും ഉപയോഗിക്കും. കുട്ടികൾ തിരിച്ചു ചോദിക്കുമ്പോൾ അത് ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാനും ഇതിലൂടെ സാധിക്കും. തീർച്ചയായിട്ടും ഡെപ്പോസിറ്റ് ചെയ്ത് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നു. ഗവൺമെന്റിന് കുറച്ചു കാലത്തേക്ക് ഷോർട്ട് ടൈമായിട്ട് വികസന പ്രവർത്തനങ്ങൾക്ക് ഈ പൈസ ഉപയോഗിക്കാൻ സാധിക്കുന്നു. കുട്ടികൾക്ക് ബാങ്കിങ് മേഖലയെ പറ്റി അവബോധം കിട്ടുന്നു. അങ്ങനെ വളരെ മാതൃകാപരമായ ഒരു പദ്ധതിയാണ്. അത് കൂടുതൽ പേരിലേക്ക് എത്തിക്കണം. അതിനെല്ലാവരുടെയും എഫേർട്ട് ആവശ്യമാണ്. ബാങ്കിംഗ് മേഖലയെ പരിചയപ്പെടാനും സുരക്ഷിതമായ നിക്ഷേപത്തിനും സമ്പാദ്യ പദ്ധതി കുട്ടികളെ പ്രാപ്തരാക്കുന്നതോടൊപ്പം സമ്പദ് വ്യവസ്ഥയിൽ ഗുണകരമായ മാറ്റമുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ കുട്ടികളെ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാക്കിയ തേഞ്ഞിപ്പലം AUP സ്കൂളിനും കൂടുതൽ തുക നിക്ഷേപം ലഭിച്ച കുന്നപ്പള്ളി AMUP സ്കൂളിനും ജില്ലാ കളക്ടർ ട്രോഫി കൈമാറി. 70 വയസ്സ് പൂർത്തിയാക്കിയ MPS KBY SAS ഏജന്റുമാരെ പരിപാടിയിൽ ആദരിച്ചു. ദേശീയ സമ്പാദ്യ പദ്ധതി ഡെപ്യൂട്ടി ഡയറക്ടർ M ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CCN മലപ്പുറം. അതിദരിദ്രരായ 3 കുടുംബങ്ങൾക്ക് സൗജന്യമായി വീട് നിർമ്മിക്കാൻ സ്ഥലം നൽകിയ കൗൺസിലർ VP സമീജിനെ ചെർപ്പുളശ്ശേരി നന്മ വായനശാല സാംസ്കാരിക കേന്ദ്രം ആദരിച്ചു.
അംഗങ്ങളും പൊതുരംഗത്തുള്ളവരും പങ്കെടുത്തു. അതിദരിദ്രരായ 3 പേർക്ക് വീട് വയ്ക്കാൻ സൗജന്യമായി ഭൂമി നൽകിയ നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ VP ഷമീജിനെയാണ് നന്മ സാംസ്കാരിക കേന്ദ്രം ആൻഡ് പബ്ലിക് ലൈബ്രറി ആദരിച്ചത്. വായനശാല ഹാളിൽ നടന്ന പരിപാടിയിൽ നന്മ അംഗങ്ങളും ചെർപ്പുളശ്ശേരിയിൽ മറ്റു പൊതുരംഗത്തുള്ളവരും പങ്കെടുത്തു. എന്തായാലും നല്ലൊരു ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ചെയ്ത പ്രവൃത്തി ഇത്രമാത്രം വലുതായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയത്. 2 ദിവസം ഞാൻ മാത്രമേ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഒരുപാട് പൊതുപ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രമാത്രം അതിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നന്മ ഇരുന്നിട്ട് കൊണ്ട് പറയില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് PM സാർക്ക് അടുത്തൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് അടുത്ത ഒപ്പാനായിട്ടാണ് കൂടുതൽ എന്തെങ്കിലും ചിലപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും പിരിവിന് പോകുമ്പോൾ എനിക്കറിയാം ബാങ്കിൽ CC ഉണ്ടാകുക സംസാരം. CC ആണ് ലോൺ ഉണ്ടാകുക. ലോണിൻ്റെ ചെക്ക് ബുക്ക് എടുത്തിട്ട് വെച്ചിട്ടുണ്ടാകും സംസാരം. അപ്പോൾ നമ്മൾ ചെന്നാലും എന്തെങ്കിലും കാര്യങ്ങൾ ചെല്ലുമ്പോൾ ആ ലോണിൻ്റെ ചെക്ക് ബുക്ക് നിർത്തിയിട്ട് ഒന്നും നോക്കാതെ നമ്മൾ ചെന്ന ആവശ്യം എന്താണെന്ന് പറയുമ്പോൾ ഒരു മടിയും കൂടാതെ സ്വാഭാവികമായിട്ടും CC എടുക്കുമ്പോൾ വീണ്ടും കടം കൂടുകയാണല്ലോ. ഫോറിനില്ല, ഡെപ്പോസിറ്റ് നല്ല എടുത്തു തരുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരെ മനസ്സ് സത്യം പറഞ്ഞാൽ കുറേ വർഷങ്ങളായി തൊട്ടറിഞ്ഞിട്ടുണ്ട്. CCN ചെർപ്പുളശ്ശേരി. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും കീഴ്ശ്ശേരി റീജിയണൽ കോളേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഗാ തൊഴിൽ മേള ശനിയാഴ്ച കോളേജിൽ വെച്ച് നടക്കും. 70-ലധികം കമ്പനികൾ പങ്കെടുക്കുന്ന മെഗാ തൊഴിൽ മേളയിൽ 1000-ലധികം അവസരങ്ങളുണ്ടെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മൊത്തത്തില് നമ്മൾക്ക് 1000-ലധികം വേക്കൻസികൾ മൊത്തത്തിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതില് കൊമേഴ്സ്, അക്കൗണ്ട്സ്, സെയിൽസ്, ഐടിയില് 15ഓളം കമ്പനികൾ ഐടിയിൽ നിന്നാണ്. IT തുടങ്ങി ബയോകെമിസ്ട്രി, മൈക്രോബയോളജി പോലെയുള്ള പൊതുവെ എല്ലാ ജോബ് ഫെയറിലും കാണാൻ കഴിയാത്ത മേഖലയിൽ നിന്നുള്ള ഒക്കെ ജോബ് വേക്കൻസികൾ, തൊഴിലവസരങ്ങൾ. SSLC, +2, ഡിഗ്രി, PG, ITI, പാരാമെഡിക്കൽ തുടങ്ങി ഏത് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും പങ്കെടുക്കാവുന്ന വിധത്തിലാണ് മെഗാ തൊഴിൽ മേള നടക്കുന്നത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ നടക്കുന്ന തൊഴിൽ മേള TV ഇബ്രാഹിം MLA ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ AP അബ്ദുൽ ലത്തീഫ്, പ്രോഗ്രാം കോർഡിനേറ്റർ മുഹമ്മദ് റഫീഖ്, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ അൻവർ തേലക്കാടൻ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒറ്റപ്പാലത്ത് +2 വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ കുത്തേറ്റു. വീട്ടാമ്പാറ സ്വദേശി അഫ്സറിനാണ് കുത്തേറ്റത്. വാരിയലിന് സമീപം പരിക്കേറ്റ അഫ്സർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കത്തിക്കൊണ്ട് കുത്തിയ വിദ്യാർത്ഥിക്കും പരിക്കുണ്ട്. മുസ്ലിം ലീഗ് സമൂഹത്തിൽ നിലനിൽക്കണം, അത് സമുദായത്തിന്റെ ആവശ്യമാണ്. എന്നാൽ അതിന്റെ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് സമസ്തയെ കല്ലെറിയരുതെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി ഉമർ ഫൈസി മുക്കം. ദീനിനേക്കാൾ മുൻഗണന രാഷ്ട്രീയത്തിന് നൽകുമ്പോഴാണ് പാകപ്പിഴവ് സംഭവിക്കുന്നതെന്നും ഉമർ ഫൈസി പറഞ്ഞു. മലപ്പുറം ശ്രീ ത്രിപുരാന്തക ക്ഷേത്രത്തിൽ മോഷണം. പ്രധാന ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം മുഴുവനായും അപഹരിച്ചു. ഏകദേശം 50,000 രൂപയോളം നഷ്ടപ്പെട്ടതായും ട്രസ്റ്റി ഭാരവാഹികൾ പറഞ്ഞു. കാഞ്ഞിരപ്പുഴയെ വീഗാലാൻഡിനേക്കാൾ മികച്ചതാക്കുമെന്നും ലീഗുകാരുടെ ധാരണ എല്ലാത്തിനും കമ്മീഷൻ അടിക്കാമെന്നാണെന്നും CPM. കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ അഴിമതി ആരോപിച്ച് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരുന്നു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.